ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ മനു ഭകേർ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് ഫൈനൽ പ്രവേശനം. യോഗ്യത റൗണ്ടിൽ 580 പോയിന്റോടെ മൂന്നാമതെത്തി. എന്നാൽ ഷൂട്ടിങ്ങിൽ മത്സരിച്ച മറ്റ് ഇന്ത്യൻ താരങ്ങൾക്കൊന്നും മുന്നേറാൻ കഴിഞ്ഞില്ല. റോവിംഗ് ഹീറ്റ്സിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാർ 4ാമതായി. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് വിനേഷ് കുഞ്ഞിരാമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ് കുഞ്ഞിരാമൻ, നമ്മൾ മെഡൽ വേട്ട തുടങ്ങുന്നത് ഷൂട്ടിങ്ങിൽ നിന്നായിരിക്കുമോ, അവിടെ തന്നെ മനു ഭകേറിൽ നിന്നായിരിക്കുമോ എന്നാണ് ചോദ്യം. അരുൺകുമാർ, അതിനൊരു സാധ്യതയുണ്ട്. മനു ഭകേർ അത്രത്തോളം പ്രതിഭയുള്ള ഒരു താരമാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള, 16ാം വയസ്സിൽ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടി വരവറിയിച്ച ഒരു താരമാണ്. 22 വയസ്സ് മാത്രമാണ് പ്രായം. ഇന്നിപ്പോൾ ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ നിരാശയും ഒരുപോലെ നിന്ന ഒരു സമ്മിശ്രമായി നിന്ന ഒരു ദിനം എന്ന് തന്നെ പറയാം. അതിലെടുത്തു പറയേണ്ടത് മനു ഭകേറിന്റെ ഫൈനൽ പ്രവേശനം തന്നെയാണ്. ഈ ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറി മനു ഭകേർ. മനു ഭകേർ മത്സരിച്ചത് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലായിരുന്നു. യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനവുമായാണ് ഫൈനലിന്. ആദ്യ 8 സ്ഥാനങ്ങളിലെത്തുന്ന താരങ്ങളാണ് ഫൈനലിന് യോഗ്യത നേടുക. അതിൽ 3ാം സ്ഥാനം നേടിക്കൊണ്ടാണ് ആകെ 580 പോയിന്റാണ് മനു ഭകേർ നേടിയത്. 600 പോയിന്റുകളാണ് പരമാവധി നേടാൻ കഴിയുക. 580 പോയിന്റും നേടിക്കൊണ്ടാണ് ഫൈനലിന് യോഗ്യത നേടിയത്. 6 റൗണ്ടുകളാണ് ഉണ്ടാവുക. ഓരോ റൗണ്ടിലും 100 പോയിന്റ് വീതമാണ് പരമാവധി ലഭിക്കുക. അതിൽ ആദ്യ റൗണ്ടിൽ 97, പിന്നീടും 97, 98, 96, 96, 96 സ്ഥിരതയാർന്ന ഒരു പ്രകടനം മനു ഭകേറിന്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായി. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും മത്സരിച്ചതാണ് മനു ഭകേർ. അന്ന് 575 പോയിന്റുമായി 12ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതിൻ്റെ ഒരു നിരാശ മായ്ക്കുന്ന പ്രകടനമാണ് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി നാളെ വൈകിട്ട് 3:30 കലാശപ്പോര് നടക്കുക. അപ്പോൾ ഒരു മെഡൽ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ ഈ ഒരു ഘട്ടത്തിലുണ്ട്. പക്ഷേ ചൈനീസ് താരങ്ങളും കൊറിയൻ താരങ്ങളും ഒക്കെ അവിടെ ഫൈനലിലുമുണ്ട്. വലിയ വെല്ലുവിളി മനു ഭകേറിന് നേരിടേണ്ടി വരും. 2 ലോകകപ്പ് സ്വർണം നേടിയിട്ടുള്ള താരമാണ്. ISSF ലോകകപ്പിൽ 2 തവണ സ്വർണം നേടിയിട്ടുണ്ട് മനു ഭകേർ. അതായത് ലോകകപ്പിൽ സ്വർണം നേടുന്ന, ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം എന്നുള്ള റെക്കോർഡ് നേരത്തെ കുറിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനുഭവ സമ്പത്തുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അനുഭവ സമ്പത്തുണ്ട്. വലിയ വേദികളിൽ കളിച്ചുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് സമ്മർദ്ദത്തിന് അങ്ങനെ അടിപ്പെട്ടു പോകുന്ന ഒരു ശീലം മനു ഭകേറിന് ഉണ്ടായിട്ടുമില്ല. 2018 കോമൺവെൽത്ത് ഗെയിംസിലാണ്, ഗോൾഡ് കോസ്റ്റിൽ നടന്ന ആ ഒരു കോമൺവെൽത്ത് ഗെയിംസിലാണ് സ്വർണം നേടി. അന്ന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. ഇതേ ഇനത്തിൽ തന്നെ ഇന്ത്യയുടെ റിതം സാങ്വാൻ കൂടി മത്സരിച്ചിരുന്നു. പക്ഷേ റിതം സാങ്വാന് ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല. 573 പോയിന്റുമായി 15ാം സ്ഥാനത്താണ് റിതം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നാളെ വൈകിട്ട് ഏതായാലും മനു ഭകേറിന്റെ ഫൈനൽ മത്സരവുമുണ്ട്. ഇനി ഷൂട്ടിങ്ങിലെ മറ്റു മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷന്മാരിൽ 2 ഇന്ത്യൻ താരങ്ങൾ മത്സരിച്ചിരുന്നു. അതിൽ സരബ്ജോത് സിംഗ് വലിയൊരു പോരാട്ടത്തിനൊടുവിൽ 9ാം സ്ഥാനത്തായി. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ 8 താരങ്ങൾക്കാണ് ഫൈനലിന് യോഗ്യത ലഭിക്കുക. പക്ഷേ നേരിയ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് ഫൈനൽ യോഗ്യത നഷ്ടമാകുന്നതും കണ്ടു. 577 പോയിന്റുമായി 9ാം സ്ഥാനത്താണ് സരബ്ജോത് ഫിനിഷ് ചെയ്തത്. അർജുൻ സിംഗ് ചീമ കൂടി മത്സരിച്ചിരുന്നു. പക്ഷേ അർജുന് 18ാം സ്ഥാനത്ത് മാത്രമാണ് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത്. 574 പോയിന്റാണ് നേടുകയും ചെയ്തത്. 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ അർജുൻ ബബുദ, രമിത ജിൻഡാൽ സഖ്യം 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളവർക്കാണ് ഈ ഇനത്തിൽ മെഡൽ പ്രതീക്ഷ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇനത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ആർക്കും തന്നെ മെഡൽ നേടാൻ കഴിഞ്ഞില്ല. ഈ ടീം അർജുൻ ബബുദയും രമിത ജിൻഡാലും 6ാം സ്ഥാനത്തും 11ൽ സന്ദീപ് സിംഗ് സഖ്യം 12ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത്. ഇതേ ഇനത്തിൽ സ്വർണം നേടിയ ചൈന പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡലിന് അവകാശികളുമായി. ചൈനയ്ക്ക് ഇതിനോടകം തന്നെ ഈ ഒളിമ്പിക്സിൽ 2 സ്വർണം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷൂട്ടിങ്ങിൽ, ഒന്ന് ഡൈവിങ്ങിൽ. അങ്ങനെ 2 സ്വർണം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത്, അതായത് ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയത് റോവിങ്ങിൽ മത്സരിച്ചിട്ടുള്ള ബൽരാജ് പൻവാർ ആയിരുന്നു. ഹീറ്റ് 1-ലായിരുന്നു മത്സരിച്ചത്. പക്ഷേ 1ാം ഹീറ്റിൽ മത്സരിച്ച ബൽരാജ് 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇനിയിപ്പോൾ റെപ്പാഷെ റൗണ്ട് ഉണ്ട്. നാളെ റെപ്പാഷെ റൗണ്ടിലൂടെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഒരു അവസരം കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. ടെന്നീസിൽ ഇനിയിപ്പോൾ രോഹൻ ബൊപ്പണ്ണ, ബാലാജി സഖ്യം മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. രോഹൻ ബൊപ്പണ്ണ സമീപകാലത്ത് മികച്ച ഫോമിലുള്ള താരമാണ്. ഇന്ന് ആദ്യ റൗണ്ടിൽ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ബാഡ്മിൻ്റണിൽ ഇന്ത്യക്ക് ഇന്ന് നല്ല തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത്. അത് പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ആണ് ഇന്ന് ആദ്യം കളിച്ചത്. ലക്ഷ്യ സെൻ അനായാസം ആദ്യ മത്സരത്തിൽ വിജയം നേടുകയും ചെയ്തു. 21-8 എന്നുള്ള സ്കോറിന് ആദ്യത്തെ സെറ്റ് സ്വന്തമാക്കുന്നു. എതിരാളി ഗ്വാട്ടിമാലൻ താരമായിരുന്നു. ഗ്വാട്ടിമാലയിൽ നിന്നുള്ള കെവിൻ കോർഡോൺ ആയിരുന്നു ലക്ഷ്യ സെന്നിന്റെ എതിരാളിയായി വന്നത്. 21-8 ആദ്യ ഗെയിം സ്വന്തമാക്കിയെങ്കിലും രണ്ടാമത്തെ ഗെയിമിൽ വലിയ വെല്ലുവിളി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു, ലക്ഷ്യക്ക് നേരിടേണ്ടി വന്നു. 22-20 എന്നുള്ള സ്കോറിനാണ് രണ്ടാം ഗെയിം ലക്ഷ്യ സെൻ സ്വന്തമാക്കിയത്. അങ്ങനെ 21-8, 22-20 എന്നുള്ള സ്കോറിനാണ് ഗ്വാട്ടിമാലൻ താരത്തെ പരാജയം
പരാജയപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യ സെൻ ആദ്യ മത്സരം വിജയിച്ചത്. ഇന്ത്യയുടെ ഒരു ഉറച്ച മെഡൽ പ്രതീക്ഷയായിട്ടുള്ള ഒരുപക്ഷെ സ്വർണം തന്നെ നേടാൻ കഴിയുന്ന ഒരു ടീം എന്ന് പറയുന്നത് പുരുഷ ഡബിൾസ് ആണ്. ബാഡ്മിന്റണിലെ പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് രംഗറെഡ്ഡി സഖ്യം ഇന്ന് മത്സരിച്ചിരുന്നു. എതിരാളികളായി ആതിഥേയ താരങ്ങളാണ്, ഫ്രാൻസിന്റെ താരങ്ങളാണ് എതിരാളികളായി വന്നത്. ഇതുവരെ ഫ്രാൻസ് താരങ്ങളോട് ഇന്ത്യൻ സഖ്യം തോറ്റിട്ടില്ല. അത് ഇന്നും ആവർത്തിക്കുന്നത് കണ്ടു. ഇന്നത്തെ മത്സരത്തിൽ 21-17, 21-14 എന്നുള്ള സ്കോറിനാണ് ഇന്ത്യൻ സഖ്യം വിജയിച്ച് കയറിയത്. ഏതായാലും ആദ്യ മത്സരം അനായാസം തന്നെ ജയിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ടേബിൾ ടെന്നീസിലായിരുന്നു മറ്റൊരു മത്സരം ഉണ്ടായത്. ഹർമീത് ദേശായി ഇന്ന് ഇന്ത്യക്ക് വേണ്ടി കളിക്കാനിറങ്ങി. 4-0 എന്നുള്ള ഗെയിമുകൾക്ക് ആദ്യ 4 ഗെയിമുകളും സ്വന്തമാക്കിക്കൊണ്ട് അനായാസം ആ ഒരു മത്സരം അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു. എതിരാളി അബോസെയ്ദ്, ജോർദാന്റെ അബോസെയ്ദ് ആയിരുന്നു. അനായാസമായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം ഉണ്ടായത്. ഇന്നിപ്പോ ബോക്സിംഗിൽ പ്രീതി പവാർ ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നുണ്ട്. വിയറ്റ്നാം താരമാണ് എതിരാളി. പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് റൗണ്ട് ഓഫ് 32 ഇന്ന് മത്സരിക്കുന്നത്. പ്രീ ക്വാർട്ടറാണ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. ഹോക്കിയിൽ ഇന്ത്യ ഇപ്പോൾ ന്യൂസിലൻഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിക്കൊണ്ട് ചരിത്രം കുറിച്ച സംഘമാണ്. 41 വർഷത്തെ മെഡൽ വരൾച്ചയ്ക്ക് അവസാനം ഇട്ടുകൊണ്ട് കഴിഞ്ഞ തവണയാണ് ഒരു വെങ്കലം നേടിയത്. ഇന്നിപ്പോൾ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെ നേരിടുകയാണ്. ഇത്തവണ ഓസ്ട്രേലിയയാണ് കനത്ത എതിരാളികളായി വരുന്നത്. ഒരുപക്ഷെ മികച്ച ഒരു പ്രകടനത്തിലോടുകൂടി സ്വർണം തന്നെ നേടാൻ കെൽപ്പുള്ള ഒരു സംഘമാണ് ഇന്ത്യയുടെ ഹോക്കി ടീം. PR ശ്രീജേഷ് അവസാന ഒളിമ്പിക്സ് കളിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത്ര ആശാവഹമല്ല. രണ്ടാം ക്വാർട്ടർ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മത്സരത്തിൽ 1-0 എന്നുള്ള സ്കോറിന് ഇന്ത്യ പിന്നിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. നാളെയും വലിയ പ്രതീക്ഷയുണ്ട്. PV സിന്ധു അടക്കമുള്ള താരങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മനു ബക്കറിന്റെ ഫൈനലുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഏതായാലും ഒരു സമ്മിശ്ര റിസൾട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ കുറച്ച് നിരാശയുമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. വിനേഷ് കുഞ്ഞിനാഭൻ, പ്രത്യേകിച്ച് ഷൂട്ടിങ്ങിൽ നമ്മളെ നിരാശപ്പെടുത്തിയ ദിവസമാണ്. പക്ഷേ അപ്പോഴും ഒരു മിന്നൽ പിണറായി മനു ബക്കേർ നിൽക്കുന്നു. മനു ബക്കേറിലൂടെ ഒരു സ്വർണ്ണക്കിലുക്കം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വിനേഷ് കുഞ്ഞിനാഭനാണ് ഒളിമ്പിക് ഡെസ്കിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ഇന്നത്തെ ഒളിമ്പിക്സ് വിശേഷങ്ങൾ പങ്കുവച്ചത്.